നമസ്കാരം, ഞാൻ ബിജീഷ് ഉള്ളൂ. പ്രൊഫഷണലി ഒരു ഫുൾ ടൈം ട്രേഡറാണ്. നമുക്ക് നിഫ്റ്റിയുടെ സിറ്റുവേഷൻ നമുക്ക് നോക്കാം. വരും ദിവസങ്ങളിലായാലും നമുക്ക് നിഫ്റ്റിനെ മാനേജ് ചെയ്യാനുള്ള റൈറ്റ് സപ്പോർട്ട് ഏതാണ്, റൈറ്റ് റെസിസ്റ്റൻസ് ഏതാണ്, എങ്ങനെയാണ് ഈ ഒരു ട്രെൻഡ് മാനേജ് ചെയ്യേണ്ടത്. നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത് 24,793 നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വരും ദിവസങ്ങളിലായാലും നിഫ്റ്റിയുടെ കറണ്ട് ട്രെൻഡ് നമുക്കത് എങ്ങനെ മാനേജ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അതിന് മുൻപ് തന്നെ ഇന്നത്തെ മാർക്കറ്റിൽ ഇൻട്രാഡേയിൽ സംഭവിച്ചു നോക്കാം. വരും ദിവസങ്ങളിലായാലും ഇൻട്രാഡേയിൽ എങ്ങനെ മാനേജ് ചെയ്യുമെന്ന് ഇപ്പോഴും മനസ്സിലാക്കി വെക്കുക. നിഫ്റ്റിയിലായാലും നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് സപ്പോർട്ട് നമ്മൾ നൽകിയിരിക്കുന്നത് 24,750 ഇന്നത്തെ ഒരു ഓപ്പണിങ് നോക്കുക. ഈ 24,750 അടുത്ത് ജസ്റ്റ് ഒരു സപ്പോർട്ട് ലൈൻ വരച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും 24,750 ഹോൾഡ് ചെയ്തിട്ടാണ് നിഫ്റ്റിന്ന് നിലനിർത്തിയിരുന്നത്. തുടക്കത്തിലൊരു പ്രോഫിറ്റ് ബുക്കിംഗ് വന്നായിരുന്നു. സപ്പോർട്ട് എന്നുള്ള ഒരു ബൗൺസ് മാർക്കറ്റിൽ നടത്തി 815 റെസിസ്റ്റൻസിന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്തു. പക്ഷെ മൊമെന്റം കുറവായിരുന്നു. 862 വരെയാണ് നിഫ്റ്റി ഹൈ പോയിരുന്നത്. അതിനുശേഷമായാലും ഈ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്തെങ്കിലും മൊമെന്റം കുറവായിരുന്നു. 24,750 ഹോൾഡ് ചെയ്തുകൊണ്ട് ക്ലോസിംഗ് 24,800 താഴത്തേക്ക് നിലനിർത്തിക്കൊണ്ടാണ് നിഫ്റ്റി നിലനിർത്തിയിരുന്നത്. അപ്പോൾ വരും ദിവസങ്ങളിലായാലും നിഫ്റ്റിനെ മാനേജ് ചെയ്യാനുള്ള റൈറ്റ് സപ്പോർട്ട് ഏതാണ്, ഇൻട്രാഡേയിൽ മാനേജ് ചെയ്യാനുള്ള റൈറ്റ് സപ്പോർട്ട്, റൈറ്റ് റെസിസ്റ്റൻസ് ഏതാണ് നമുക്ക് നോക്കാം. വരും ദിവസങ്ങളിലും മാനേജ് ചെയ്യുമ്പോൾ നിഫ്റ്റിയുടെ ക്ലോസിംഗ് ഇതിൽ റോങ് ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. 24,744 കാണിച്ചിരിക്കുന്നത്. ആക്ച്വലി 24,800 തൊട്ട് താഴെയാണ് നിഫ്റ്റിയുടെ ക്ലോസിംഗ് വരുന്നത്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ ജസ്റ്റ് ഒരു ഗ്രീൻ ക്യാൻഡിൽ ഫോം ചെയ്തിട്ടുണ്ട് എന്നുള്ള രീതിയിൽ വേണം നമുക്ക് ട്രേഡുകൾ ചെയ്യാനായിട്ട്. ഇവിടെയാണ് റൈറ്റ് ആയിട്ട്, കാരണം ക്ലോസിംഗിന്റെ സമയത്ത് ഇവിടെ ക്ലോസ് ചെയ്തതിന് ശേഷം ഈ ഒരു ലെവലിലേക്ക് ബൗൺസ് ചെയ്ത് ആവറേജിങ് റേറ്റ് ക്ലോസിങ് ഈ ഒരു ലെവലാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ വെച്ചാലാണ് നമുക്ക് എക്സാക്റ്റ് ആയിട്ട് നമുക്ക് ആ ഒരു ട്രേഡ് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ വരും ദിവസങ്ങളിലായാലും നമുക്ക് നിഫ്റ്റിനെ മാനേജ് ചെയ്യുമ്പോൾ റൈറ്റ് സപ്പോർട്ട് ഇത് തന്നെയാണ്. 24,755 24,755 താഴത്തേക്ക് ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ പ്രത്യേകം ശ്രദ്ധിക്കുക. ആ ക്യാൻഡിന്റെ ലോ സ്റ്റോപ്പ് ലോസ് റിലീസ് ചെയ്തുകൊണ്ട് ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. അതായത് ഇതിന്റെ താഴെയാണ് ഓപ്പൺ ചെയ്യുന്നത്, ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ്. ഇതിന്റെ താഴെ ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റിൽ സഡൻ ആയിട്ടുള്ള ഫാളിനൊരു സാധ്യതയുണ്ട്. അടുത്തൊരു സപ്പോർട്ട് വരുന്നത് 24,665 സപ്പോർട്ട് വരുന്നത്. 665, അതേപോലെ 640. രണ്ട് സപ്പോർട്ടുകൾ തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു സമയത്ത് 640 ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി. 665 സ്റ്റോപ്പ് ലോസ് ഇട്ടുകൊണ്ട് ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. ഇൻ കേസ് ഓപ്പൺ ചെയ്യുന്ന ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആണെങ്കിൽ ഒരു സപ്പോർട്ടിലാണെങ്കിൽ ബൗൺസ് ചെയ്യാനാണ് സാധ്യത. 24,665 ഹോൾഡ് ചെയ്താൽ ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. 755 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. ഇൻ കേസ് ഓപ്പൺ ചെയ്യുന്ന ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്, ഈ ഒരു ലെവലാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ റെസിസ്റ്റൻസ് 845. ശ്രദ്ധിക്കുക, ബൈ ഓപ്പർച്യൂണിറ്റി 845 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താലല്ല യൂട്ടിലൈസ് ചെയ്യേണ്ടത്. 840 താഴത്തേക്ക് സസ്റ്റെയിൻ ചെയ്താൽ ഷോർട്ട് സെല്ലാണ്. 24,860 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ 845 സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്തുകൊണ്ട് ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. അടുത്ത റെസിസ്റ്റൻസ് വരുന്നത് 915, 945. പ്രത്യേകം ശ്രദ്ധിക്കുക, വരും ദിവസങ്ങളായാലും നിഫ്റ്റി 755 താഴെ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ വീക്കാണ്. മാർക്കറ്റിൽ പ്രോഫിറ്റ് ബുക്കിന്റെ വലിയൊരു പ്രഷർ മാർക്കറ്റിൽ ഉണ്ടായിരിക്കും. 640 താഴെ സപ്പോർട്ട് വരുന്നത് 535 ആണ്. 24,535. നിഫ്റ്റി ഓപ്പൺ ചെയ്യുന്നത് ഈ പറയുന്ന റേഞ്ചിൽ അല്ലെങ്കിൽ വെയിറ്റ് ചെയ്യുക. എക്സാക്ട് എൻട്രിയിൽ, എക്സാക്ട് സപ്പോർട്ട് റെസിസ്റ്റൻസ് റേഞ്ചിൽ അല്ലെങ്കിൽ മാർക്കറ്റിൽ മൊമെന്റം കിട്ടില്ല. എക്സാക്ട് എൻട്രി ഇപ്പോഴും റെസിസ്റ്റൻസിന്റെ അടുത്തുനിന്ന് തിരിച്ചു വരുമ്പോൾ, അല്ലെങ്കിൽ ഇൻ കേസ് ഈ ഒരു ലെവലാണ് ഓപ്പൺ ചെയ്യുന്നത് സപ്പോർട്ടിൽ വന്നതിന് ശേഷം ലഭിക്കുന്ന ബൈ ഓപ്പർച്യൂണിറ്റി, ഈ ഒരു എൻട്രിക്കൊക്കെയാണ് മാർക്കറ്റിൽ മൊമെന്റ് ലഭിക്കുന്നത്. മാർക്കറ്റിൽ ഹൈ മൊമെന്റ് ലഭിക്കുന്ന സപ്പോർട്ട് റെസിസ്റ്റൻസുകളാണ് നമ്മൾ നൽകിയിരിക്കുന്നത്. കൃത്യമായിട്ട് ഈ ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് അനുസരിച്ച് മാനേജ് ചെയ്യുക. നിഫ്റ്റിയിലെ വരും ദിവസങ്ങളിലായാലും ഒരു ഈ ആഴ്ചയിലായാലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സപ്പോർട്ട് 640, 665 ലെവലാണ്. ഈ ഒരു ലെവൽ വളരെ ഇമ്പോർട്ടൻ്റ് ലെവലാണ്. വരും ആഴ്ചയിലെ ട്രെൻഡുകൾ റിവേഴ്സലൊക്കെ ഈ ഒരു ഏരിയയുടെ താഴെയാണ് റിവേഴ്സലിലേക്ക് ഒരു സാധ്യത വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ലെവല് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. മാർക്കറ്റിലെ വലിയ ഓപ്പർച്യൂണിറ്റി ആയിട്ട് നമുക്ക് ഒരു ദിവസം അപ്ഡേറ്റിൽ വീണ്ടും കാണാം. താങ്ക് യു.